ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും മൂന്നാം ഊഴത്തിന്റെ പാലമാകുമെന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും UDF-ന് ആശങ്കയില്ല. PV അൻവറിന്റെ മാറ്റം ഏതു രീതിയിൽ പരിശോധിച്ചാലും LDF-ന് ദോഷം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണം. 9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനുള്ള എതിർപ്പായിരുന്നു അൻവറിന്റെ രാജിയെന്നും NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ദേശീയപാത വിവാദം. സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി R. ബിന്ദു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ. DPR അട്ടിമറിക്കപ്പെട്ടെന്ന് തൃശൂർ MP ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരെന്നും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി R. ബിന്ദു. വിജ്ഞാന കേരളം പാലക്കാട് ജില്ലാതല കൗൺസിൽ രൂപീകരിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് സംസ്ഥാന വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന കേരളം മുഖേന അടുത്ത 1 വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി. കനത്ത മഴയിൽ പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം പൊട്ടി വീണു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒറ്റപ്പാലത്ത് കിഴക്കേതോട് പാലത്തിന് സമീപം മണ്ണിടിച്ചി. ഷൊർണൂർ ഗണേശ് ഗിരിയിൽ നവീകരണം ആരംഭിച്ച LP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര നിലംപൊത്തി. പിരായിരിയിൽ പമ്പ് ഹൗസ് തകർന്നു വീണ കുടിവെള്ള വിതരണം മുടങ്ങി. പഴയന്നൂരിൽ കുഴൽക്കിണർ മോട്ടറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികന് ദാരുണാന്ത്യം. തിരുമിറ്റക്കോട് മീൻ പിടിക്കാൻ പോയ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നഗരഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത പട്ടാമ്പിയെ രോഗക്കിടക്കയാക്കിയെന്ന് UDF. നഗരപരിധിയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയില്ല. ഡെങ്കിപ്പനി പടരുമ്പോഴും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ മരുന്നോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ലാത്ത അവസ്ഥയെന്നും UDF മുനിസിപ്പൽ കമ്മിറ്റി. വാർത്തകൾ വിശദമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും മൂന്നാം ഊഴത്തിന്റെ പാലമാകുമെന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും UDF-ന് ആശങ്കയില്ലെന്നും MLA പാലക്കാട്ട് പറഞ്ഞു. പിണറായി വിജയനെ പിതൃസ്ഥാനീയൻ എന്ന് വിശേഷിപ്പിച്ച ഏക MLA PV അൻവറാണ്. അൻവറിൻ്റെ മാറ്റം ഏത് രീതിയിൽ പരിശോധിച്ചാലും LDF-ന് ദോഷം ചെയ്യും. PR വർക്കിലൂടെയും ചില ചാനലുകളിലൂടെയും ഭരണനേട്ടങ്ങൾ വാഴ്ത്തിപ്പാടുകയാണ്. എന്നിട്ടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിൻ്റെ വിധിയെഴുത്താവുമെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. അല്ല, അത് സർക്കാർ ഏറ്റെടുക്കട്ടെ. തെരഞ്ഞെടുപ്പിന് മുന്നേ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയല്ലേ, സർക്കാരിന് ധൈര്യമുണ്ടോ? ഇത് 4 വർഷമായിട്ട് അവിടെ ഇവിടെയൊക്കെയായി പോയി കുറെ പരിപാടികൾ നടത്തി പൊതുജന ഖജനാവിൽ നിന്ന് പണമെടുത്തിട്ട് ആഘോഷമല്ലോ. എന്നിട്ട് PR ഏജൻസിക്കാരെ കൊണ്ട് ചില PR ഏജൻസിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തലത്തിലുള്ള ചില മാധ്യമങ്ങളെ കൊണ്ടും ഒക്കെ പറഞ്ഞല്ലോ ഈ സർക്കാർ കെങ്കേമമാണെന്ന്. ജനങ്ങളെ കൊണ്ടൊന്ന് പറയിക്കാൻ ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, എല്ലാ മാധ്യമങ്ങളും ഞാൻ പറയുന്നില്ല, ചില മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് PR ചെയ്തുകൊണ്ട് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കെങ്കേമമാണെന്ന്. ആ കെങ്കേമമാണ് എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കാൻ കഴിയുമോ?
വെല്ലുവിളിക്കുകയാണ്. ഈ സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുമോ? ഇത് ഞങ്ങളുടെ മാൻഡേറ്റ് ആയിരിക്കും, സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും, 26-ലേക്കുള്ള സെമി ഫൈനലായിരിക്കും എന്ന് പറയാനുള്ള ആർജവം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന്. UDFന് ഒട്ടേറെ നേതാക്കളുള്ള സ്ഥലമാണ് മലപ്പുറം. മികച്ച സ്ഥാനാർത്ഥിയെ UDF ആദ്യം പ്രഖ്യാപിക്കും. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലത്തിൻ്റെ ആവർത്തനമാകും നിലമ്പൂരിൽ ഉണ്ടാവുകയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് CPM MLA രാജിവെച്ചതുകൊണ്ടാണ്. നഷ്ടപ്പെട്ട ദശകത്തിൻ്റെ ഉദാഹരണമാണ് ഉപതെരഞ്ഞെടുപ്പ്. 9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനോടുള്ള എതിർപ്പായിരുന്നു അൻവറിൻ്റെ രാജിയെന്നും രാജീവ് ചന്ദ്രശേഖർ തൃശ്ശൂരിൽ പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞു, ഈ ഒരു ബൈ ഇലക്ഷൻ 6 മാസമേ ഉള്ളൂ. ഈ ബൈ ഇലക്ഷൻ്റെ ടേം അത് ആരാണ് ഈ ബൈ ഇലക്ഷൻ്റെ കാരണം എന്താണ്? അത് CPMൻ്റെ തന്നെ ഒരു MLA രാജിവെക്കുന്നു. ഈ നഷ്ടപ്പെട്ട ദശകത്തിൻ്റെ ഒരു കാരണമല്ലേ ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ. ഇതുവരെ ഈ 9 കൊല്ലം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? അതിനെ എതിർത്തിട്ടല്ലേ അവിടുത്തെ MLA രാജിവെച്ചത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിച്ച സാഹചര്യം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനം അതിനനുസരിച്ച് മറുപടി നൽകും. NDAക്ക് മികച്ച സ്ഥാനാർത്ഥിയുണ്ടാകും. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനം. 60 വർഷത്തെ കേരളത്തിലെ നെറുകെട്ട രാഷ്ട്രീയം കണ്ട് ജനങ്ങൾക്ക് മടുത്തെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇതിനെതിരെയുള്ള വിധിയാണ് നിലമ്പൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മാറ്റത്തിനായി ജനം വോട്ട് ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അല്ല, മൊത്തം കേരളത്തിൽ സ്ഥിതി അത് നിലമ്പൂരിലും ഉണ്ടല്ലോ. അവിടെയും വികസനം നടന്നിട്ടില്ല. വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാടും ഞങ്ങളുടെ ഒരു ലക്ഷ്യം, ഒരു ദൗത്യം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് കാണുന്നുണ്ട്. ജനങ്ങൾക്കും വേണം ഒരു മാറ്റം. ഞങ്ങൾ പറഞ്ഞ മാറ്റമല്ലേ ഇപ്പോൾ മിന്നാന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മാറണം എന്നെല്ലാം പറയുന്നത്. അത് മാറ്റം ജനങ്ങൾക്ക് വേണം, വികസനം വേണം. അത് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമല്ല, നാടിനെ നന്നാക്കാനും നാടിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ അത് ആണ് BJPൻ്റെ ഒരു കാഴ്ചപ്പാടും ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കേരള സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് കേരള വികസനത്തിൻ്റെ അടുത്ത ഘട്ടമെന്ന് മന്ത്രി MB രാജേഷ്. വിജ്ഞാന കേരളം ജില്ലാതല കൗൺസിൽ രൂപീകരണ യോഗം പാലക്കാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിജ്ഞാന കേരളം മുഖേന അടുത്ത 1 വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ നേട്ടം ജില്ലയ്ക്കും കൈവരിക്കാനാകണം. ദേഹാധ്വാനമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കുന്നതിൽ പലരും കാണിക്കുന്ന വൈമുഖ്യത ഒഴിവാക്കണമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി അഭിപ്രായപ്പെട്ടു. പുതിയ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാനുള്ള പ്രാപ്തി വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കാൻ വിജ്ഞാന കേരളത്തിലൂടെ കഴിയുമെന്ന് വിജ്ഞാന കേരളം അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. MLA മാരായ KD പ്രസേനൻ, K. ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ, വിജ്ഞാന കേരളം കൺസൾട്ടന്റ് ഡോക്ടർ P. സരിൻ, കില ഫെസിലിറ്റേറ്റർ ഡോക്ടർ രാജേഷ്, ADM K. സുനിൽകുമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഇൻചാർജ് ജലജ, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയപാത വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി R. ബിന്ദു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് നടക്കുന്നതെന്ന് R. ബിന്ദു തൃശ്ശൂരിൽ പറഞ്ഞു. DPR അട്ടിമറിക്കപ്പെട്ടു എന്ന് തൃശ്ശൂരിൻ്റെ MP ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദികളായവർ ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണം. ദേശീയപാതയുടെ അവകാശവാദം അടിസ്ഥാനരഹിതമായ ഒന്നല്ല. ദേശീയപാത നിർമ്മാണം സമര കോലാഹലങ്ങളിലും സാങ്കേതിക കുരുക്കിലും പെട്ട് നിലച്ച കാലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് 5000 കോടിയിൽ പരം രൂപ ചിലവഴിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടത്തിയതെന്ന് മന്ത്രി R. ബിന്ദു പറഞ്ഞു. തൃശ്ശൂരിൽ നടന്ന എൻ്റെ കേരളം സമാപന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പം നോക്കൂ, നാഷണൽ ഹൈവേ പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിവാദം, നാഷണൽ ഹൈവേയുടെ അവകാശവാദം
അത് അടിസ്ഥാനരഹിതമായ ഒന്നല്ല എന്ന് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നാഷണൽ ഹൈവേ വികസനം സാങ്കേതിക കുരുക്കുകൾ കൊണ്ടും സമരപ്രക്ഷോഭങ്ങൾ കൊണ്ടും വഴിമുട്ടി നിന്നിരുന്നൊരു കാലത്ത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസ് പൂട്ടിപ്പോയൊരു സമയത്ത് 5000 കോടി രൂപയിൽ പരം തുക ഭൂമി ഏറ്റെടുക്കുന്നതിന് കേരള സംസ്ഥാന ഖജനാവിൽ നിന്ന് നൽകുകയും സമരപ്രക്ഷോഭങ്ങളെ നേരിട്ടുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ആ പദ്ധതിക്ക് സ്ഥലമെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തത് തീർച്ചയായും 100% കേരള സർക്കാരാണ് എന്ന് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ ഇവിടെ പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ ചുമതല ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്നതുപോലെ നാഷണൽ ഹൈവേ വികസന അതോറിറ്റിക്കാണ് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ നിർമ്മാണം സമ്പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള MP ഉൾപ്പെടെ അതിൻ്റെ DPR അട്ടിമറിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനുത്തരവാദികളായവർ ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കി അത് ചൂണ്ടിക്കാണിക്കാനാണ് തയ്യാറാകേണ്ടത് എന്ന് സവിനയം ബന്ധപ്പെട്ടവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം വീണു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. സംഭവത്തെ തുടർന്ന് 1.5 മണിക്കൂറോളം ഈ വഴിയുള്ള ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപത്തെ റെയിൽവേ പാലത്തിന് താഴെയാണ് സംഭവം. ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മരം ട്രെയിനിന് മുകളിലെ വൈദ്യുതി കമ്പിയിലേക്ക് വീഴുകയായിരുന്നു. ലോക്കോ പൈലറ്റിൻ്റെ സമയോചിതമായ ഇടപെടൽ മൂലം ഉടൻ തന്നെ ട്രെയിൻ നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. TRD സംഘമെത്തി മരം മുറിച്ചുമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഇതുവരെ മറ്റ് ട്രെയിനുകൾ വഴി തിരിച്ചുവിട്ടു. ഏറെ നേരം 2 പാളങ്ങളിലും ട്രെയിനുകൾ നിർത്തിയിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂർ ഗണേശ്ഗിരി സെൻറ് ആൻ്റണീസ് LP സ്കൂളിൻ്റെ മേൽക്കൂര തകർന്നു വീണു. മേൽക്കൂരയുടെ നവീകരണം നടക്കുന്നതിനിടെയാണ് ശക്തമായ കാറ്റിലും മഴയിലും മേൽക്കൂര നിലം പൊത്തിയത്. ഒരാഴ്ച മുമ്പാണ് സ്കൂളിൻ്റെ മേൽക്കൂര പുനർനിർമ്മിക്കാൻ തുടങ്ങിയത്. മരപ്പട്ടിക മാറ്റി ഇരുമ്പ് പട്ടിക സ്ഥാപിച്ചായിരുന്നു നിർമ്മാണം പൂർത്തിയാക്കാൻ 2 ദിവസം ശേഷിക്കെയാണ് മേൽക്കൂര തകർന്നു വീണത്. മേൽക്കൂരയുടെ ഒരു ഭാഗവും ഓടുകളും താഴേക്ക് പതിച്ചു. ഈ സമയത്ത് ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. AEO ബിന്ദു ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും അധ്യാപകരും സ്ഥലം സന്ദർശിച്ചു. മേൽക്കൂര നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമായതെന്ന് AEO പറഞ്ഞു. അടുത്ത മാസം 2-ന് സ്കൂളുകൾ തുറക്കാനിരിക്കെയാണ് ഗണേശ്ഗിരി സെൻറ് ആൻ്റണീസ് LP സ്കൂളിൻ്റെ മേൽക്കൂര നിലം പൊത്തിയത്. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കനത്ത മഴയിൽ കോട്ടായി മേഖലയിൽ പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. കിണർ ഇടിഞ്ഞു താഴ്ന്നു. പിരായിരിയിൽ പമ്പ് ഹൗസ് തകർന്നതോടെ കുടിവെള്ള വിതരണം മുടങ്ങി. കോട്ടായി മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് മഴയിലുണ്ടായത്. ചേന്നങ്ങാട് തെക്കിൻകര മണ്ഡലക്കോട് വീട്ടിൽ പാറുവമ്മയുടെ വീടിന് മുകളിലൂടെ മരം വീണു. വീട് തകർന്നു. ആളപായമില്ല. എന്നാൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കോട്ടായി ചെമ്പെ ആലിക്കൽ തൊടി രാധാകൃഷ്ണൻ്റെ വീട്ടുവളപ്പിലെ കിണർ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു തകർന്നു. ആൾമറയുൾപ്പെടെ താണുപോയിട്ടുണ്ട്. പിരായിരിയിൽ കനത്ത മഴയിൽ വലിയ നാശനഷ്ടമുണ്ടായി. പമ്പ് ഹൗസ് തകർന്നു. ഇതോടെ കുടിവെള്ള വിതരണം മുടങ്ങുന്ന അവസ്ഥയാണ്. ശനിയാഴ്ചയുണ്ടായ കനത്ത മഴയിലാണ് വാട്ടർ അതോറിറ്റിയുടെ പിരായിരി 7-ാം വാർഡിലെ മോഴിപ്പുലം പമ്പ് ഹൗസ് തകർന്നു വീണത്. പുതുക്കിപ്പണിയുന്നതുവരെ 7-ാം വാർഡിൽ ജലവിതരണം മുടങ്ങും. പുതുക്കിപ്പണിയാനുള്ള നടപടികൾ ജല അതോറിറ്റി ഉടൻ കൈക്കൊള്ളുമെന്ന് വാട്ടർ അതോറിറ്റി പാലക്കാട് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശക്തമായ മഴയിലും കാറ്റിലും പിരായിരിയിൽ കാറിന് മുകളിൽ മരം വീണു. പാലക്കാട് പൂടൂർ കോട്ടായി റൂട്ടിൽ പിരായിരി കൃഷ്ണ റോഡിലാണ് പ്രധാന പാതയോരത്തെ മരം കടപുഴകി പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിൽ വീണത്. ആളപായമൊഴിവായത് ഭാഗ്യം കൊണ്ടാണ്. പ്രദേശത്ത് വൈദ്യുതി കമ്പിക്ക് മുകളിലേക്കും മരം പൊട്ടി വീണു. ആളപായമില്ല. പിരായിരി കൃഷ്ണ റോഡ് ഭാഗത്താണ് വൈദ്യുതി കമ്പിയിൽ വലിയ മരം കടപുഴകി വീണത്. ഇന്ന് രാവിലെ 9:30-ക്കാണ് സംഭവം. ന്യൂസ് ബ്യൂറോ,
കോട്ടായി. ശക്തമായ മഴയിൽ ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന് സമീപം മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പാലത്തിൻ്റെ ഇടതുഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് സംഭവം. വിവരമറിഞ്ഞ കെ പ്രേംകുമാർ MLA സ്ഥലത്തെത്തി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. ഇതേ തുടർന്നാണ് മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. മണ്ണിടിഞ്ഞ റോഡിന് തകരാർ സംഭവിക്കാതിരിക്കാനുള്ള താൽക്കാലിക സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം സ്ഥലത്തെത്തിയിരുന്നു. പാലത്തിനു മുകളിലൂടെ രണ്ട് വശങ്ങളിലേക്കും വാഹനങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നുണ്ട്. ഞായറാഴ്ച ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. വാഹനങ്ങൾ ഒരു വശത്തുകൂടി മാത്രം കടത്തിവിടാനുള്ള ഇടപെടലും പോലീസ് നടത്തുന്നുണ്ട്. പാലക്കാട്ട് നിന്ന് വരുന്ന വാഹനങ്ങൾ മംഗലം മുരുക്കുംപറ്റ കോതക്കുറിശി വഴി വാണിയംകുളത്തെത്തി യാത്ര തുടരണം. കുളപ്പുള്ളി ഭാഗത്തു നിന്ന് പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വാണിയംകുളം, കോതക്കുറിശി, മംഗലം വഴി കടന്നു പോകണമെന്നാണ് പോലീസ് അറിയിപ്പ്. ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപം തോടിന് കുറുകെ നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ശക്തമായ കാറ്റിലും മഴയിലും മണ്ണൂർ മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വീണ് 9 വീടുകൾ തകർന്നു. മണ്ണൂർ പറയങ്കാട് മേഖലയിൽ ചുഴലിക്കാറ്റ് വ്യാപക നാശം വിതച്ചു. ശക്തമായ ചുഴലിക്കാറ്റിൽ മണ്ണൂർ മേഖലയിൽ 2 വീടുകൾ പൂർണ്ണമായും 7 വീടുകൾ ഭാഗികമായും തകർന്നു. മണ്ണൂർ പറയങ്കാട് മേഖലയിലാണ് വ്യാപക നാശനഷ്ടം. 25-ലേറെ വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിവീണു. പോസ്റ്റുകൾ തകർന്ന് കേരളശ്ശേരി പറയങ്കാട് മങ്കര റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ശനിയാഴ്ച അർദ്ധരാത്രിയാണ് ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത്. മേഖലയിൽ റബ്ബർ മരങ്ങൾ വ്യാപകമായി പൊട്ടിവീണിട്ടുണ്ട്. മണ്ണൂർ നീലാഞ്ചേരി കിഴക്കുംപുറം കമലത്തിൻ്റെ വീടിന് സമീപത്തെ മരങ്ങൾ വീണ് വീട് പൂർണ്ണമായും തകർന്നു. അകത്ത് ഉറങ്ങുകയായിരുന്ന ജയശ്രീയും 2 കുട്ടികളും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഗൃഹോപകരണങ്ങൾ പൂർണ്ണമായും നശിച്ചു. തോമസ് കുരിയച്ചിറ, പാലിശ്ശേരി കൃഷ്ണൻ, വേലായുധൻ, ചിന്ന, കുഞ്ചു, മണ്ണൂർ 1-ാം മൈൽ പുത്തൻപുര വീട്ടിൽ സത്യഭാമ എന്നിവരുടെ വീടുകളും മരം വീണ് തകർന്നിട്ടുണ്ട്. ശക്തമായ ചുഴലിക്കാറ്റിൽ പറയങ്കാട് മോഹൻദാസിൻ്റെ 260ഓളം റബ്ബർ മരങ്ങൾ പൊട്ടിവീണു. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വില്ലേജ് അസിസ്റ്റന്റ് ഷിബി എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മണ്ണൂർ കിഴക്കുംപുറം കുറുവത്തൊടി അബ്ദുൾ റഹ്മാനും കുടുംബവും താമസിച്ചിരുന്ന വീട് മരം വീണ് പൂർണ്ണമായും തകർന്നു. വീട്ടുമുറ്റത്തെ പ്ലാവാണ് നിലം പൊത്തിയത്. വീട്ടിലുണ്ടായിരുന്ന 5-അംഗ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വീടിൻ്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ഗൃഹോപകരണങ്ങളും നശിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് വീട് സന്ദർശിച്ചു. താൽക്കാലിക സഹായവും കുടുംബത്തിന് കൈമാറി. അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിച്ച് അദ്ദേഹത്തിന് വേണ്ട സഹായം ചെയ്തു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ആശ്വാസം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ വിഷമത്തിൽ കൂടെ പങ്കുചേരുക എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സഹായവും ഞാൻ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മണ്ണൂർ മേഖലയിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരികയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത പറഞ്ഞു. ഇവരുടെ നിലയിൽ പണികളെല്ലാം നടന്നു വരുന്നുണ്ട്. ഏകദേശം എന്തായാലും ഇന്നും നാളെയുമായിട്ട് ആ പ്രവൃത്തികളൊക്കെ നടക്കും. ഇപ്പോൾ വീടാണെങ്കിലും അടുത്ത വീട്ടിലെ ഒരു മരമാണ് ഈ വീട്ടിലേക്ക് വീണിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അവരും അത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് മാറ്റുന്നതിനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു നാശനഷ്ടം എന്നുള്ളതല്ല, അതിലുപരി അവർ രക്ഷപ്പെട്ടതന്നെ ഒരു ഭാഗ്യമായിട്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃത്താല തിരുമിറ്റക്കോട് തോട്ടിൽ മീൻ പിടിക്കാൻ പോയ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെല്ലിക്കാട്ടിരി സ്വദേശി സുരേഷാണ് മരിച്ചത്. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തിരുമിറ്റക്കോട് അമേരിക്കപ്പടിയിലെ തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നെല്ലിക്കാട്ടിരി സ്വദേശി പള്ളത്തുപടി വീട്ടിൽ 48 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. ഇന്നലെ രാത്രി മീൻ പിടിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സമീപത്ത് മീൻ പിടിച്ചിരുന്നവർ തിരിച്ചു വരുമ്പോഴാണ് പുലർച്ചെ സുരേഷിനെ തോട്ടിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പോലീസിനെ അറിയിച്ചു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ചാലിശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ശരീരത്തിൽ മുറിപ്പാടുകൾ കണ്ടതിനാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സുരേഷ് സ്ഥിരമായി മീൻ പിടിക്കാൻ പോകാറുള്ളതായാണ് ലഭ്യമായ വിവരം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.
കുഴൽക്കിണർ മോട്ടറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികൻ മരിച്ചു. പഴയന്നൂർ വടക്കേത്തറയിൽ ഇന്നു രാവിലെയാണ് സംഭവം. പഴയന്നൂർ വടക്കേത്തറ നാരായണ സ്കൂളിന് സമീപം നന്നാട്ടുകുളം വീട്ടിൽ 65 വയസ്സുള്ള ഗുരുവായൂരപ്പനാണ് വീട്ടിലെ കുഴൽക്കിണറിൻ്റെ മോട്ടറിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. രാവിലെയാണ് സംഭവം. വീട്ടിലെ കുഴൽക്കിണർ മോട്ടറിലേക്ക് നൽകിയ വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് ഗുരുവായൂരപ്പന് ഷോക്കേറ്റത്. ഉടൻ തന്നെ പഴയന്നൂർ നവോദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇലക്ട്രിക്കൽ ജോലികളിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ സംഭവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മത്സ്യവില്പന കടയിലേക്ക് ഇടിച്ചു കയറി. അറവ് മാലിന്യവുമായി വരികയായിരുന്ന പിക്കപ്പ് വാനാണ് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് വളവിന് സമീപം പെട്ടിയോട്ടയുടെ പിറകിലിടിച്ച ശേഷം കടയിലേക്ക് പാഞ്ഞു കയറിയത്. മത്സ്യവില്പന കട പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. പട്ടാമ്പി നഗരസഭാ ഭരണാധികാരികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി UDF. പ്രദേശത്ത് ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണം അധികാരികളുടെ കെടുകാര്യസ്ഥതയാണെന്ന് UDF പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി ആരോപിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണം നഗരസഭാ പരിധിയിൽ നടത്തിയിട്ടില്ലെന്ന് UDF നേതാക്കൾ ചൂണ്ടിക്കാട്ടി. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായുള്ള മഴക്കാല പൂർവ്വ ശുചീകരണം നഗരസഭാ പരിധിയിൽ നടത്തിയിട്ടില്ല. ഡെങ്കിപ്പനി വ്യാപനം റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇക്കഴിഞ്ഞ ബുധനാഴ്ച യോഗം വിളിച്ചു ചേർക്കാൻ പോലും നഗരസഭാ അധികൃതർ തയ്യാറായതെന്ന് UDF ആരോപിച്ചു. താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ആവശ്യത്തിന് മരുന്നുകളില്ലാത്ത അവസ്ഥയാണ്. ഡോക്ടർമാരും കുറവാണ്. പട്ടാമ്പിയിൽ ഡെങ്കിപ്പനി വ്യാപനത്തിന് കാരണം നഗരസഭയുടെ കെടുകാര്യസ്ഥതയാണെന്നും ഇത് മാപ്പർഹിക്കുന്നില്ലെന്നും നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവുമായ KR നാരായണസ്വാമി ആരോപിച്ചു. ഇന്നലെ ടൗണിൽ പട്ടാമ്പിയിൽ മുഴുവൻ വെള്ളക്കെട്ടായിരുന്നു. അത് റോഡ് പണി സമയബന്ധിതമായി ചെയ്യുക, അല്ലെങ്കിൽ മഴ പോയതിനു ശേഷം ചെയ്യുക, അല്ലെങ്കിൽ മഴയ്ക്ക് മുമ്പ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് ബുദ്ധിയൊന്നും അതിന് ആവശ്യമില്ല. ഇപ്പൊ ഈ ഡെങ്കിപ്പനി വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. വാർഡുകളിൽ ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ച് വേണമെങ്കിൽ ഫോഗ് ചെയ്യാം. മുൻകാലത്ത് നമ്മൾ ചെയ്ത നഗരസഭ പണ്ട് ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ചിരുന്നതാണ്. ആ ഫോഗിംഗ് മെഷീൻ ഉപയോഗിച്ച് ജനങ്ങളുടെ ജീവനെ രക്ഷപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നഗരസഭ ഏറ്റെടുക്കുന്നില്ല. ഇപ്പൊ ഈ ഡെങ്കിപ്പനി വ്യാപകമായപ്പോൾ അടിയന്തരമായിട്ട് യോഗം വിളിച്ചേർക്കുകയാണ്. ആശുപത്രികളിൽ വേണ്ടത്ര മരുന്നുകളില്ല. 1000-ലധികം രോഗികളാണ് ദിവസേന സാധാരണക്കാരോട് വന്നുകൂടുന്നത്. ആ ആശുപത്രിക്ക് വേണ്ടത്ര ഡോക്ടർമാരെ, പീഡിയാട്രിഷ്യന്മാരുടെ കമ്മിയുണ്ട്, ഓർത്തോ ഡോക്ടറുടെ കമ്മിയുണ്ട്. പീഡിയാട്രിക് ICU ഇതുവരെ വർക്ക് ചെയ്തിട്ടില്ല. ഡയാലിസിസ് ഇന്ന് നാളെ തുറക്കുമെന്ന് പറയാനല്ലാതെ അതിനും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ നടത്തുന്നില്ല. സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ കൃത്യസമയത്ത് ഇടപെടാതിരിക്കുന്നത് നഗരസഭയുടെ നയമാണ്. കാലവർഷം ആരംഭിച്ചിട്ട് പോലും തോട് വൃത്തിയാക്കാൻ നടപടി സ്വീകരിച്ചില്ല. പട്ടാമ്പി റോഡ് നവീകരണത്തിൻ്റെ ഭാഗമായുള്ള പൈപ്പിടൽ പ്രവൃത്തി മഴക്കാലത്ത് നടത്തിയതിനാൽ ജനങ്ങളേറെ ദുരിതത്തിലാണ്. പലയിടങ്ങളിലും വെള്ളക്കെട്ടും ചെളി കെട്ടിനിൽക്കുന്നതും വ്യാപാരികൾക്കും കാൽനടയാത്രക്കാർക്കും പ്രയാസമുണ്ടാക്കുന്നു. ഭാവനാശൂന്യമായ നടപടികളുമായാണ് നഗരസഭ മുന്നോട്ടു പോകുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവും നഗരസഭാ കൗൺസിലറുമായ CS സാജിത്ത് ആരോപിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉടൻ കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങളെ നേരിടേണ്ടി വരുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതി യോഗം ബഹിഷ്കരിക്കുമെന്ന് മുസ്ലിം ലീഗ് മെമ്പർമാർ. യോഗം പ്രഹസനമായി മാറുന്നതിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നടത്തുന്ന ബോർഡ് യോഗം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ഇതിനെതിരെ ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒട്ടേറെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളേണ്ട മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം പ്രഹസനമായി മാറുകയാണെന്ന് VM അൻവർ സാദിഖ് ആരോപിച്ചു. യഥാസമയം യോഗം വിളിച്ചു ചേർക്കുന്നില്ല. കൃത്യസമയത്ത് യോഗവുമായി ബന്ധപ്പെട്ട അറിയിപ്പും നൽകുന്നില്ല. 1 മാസത്തിലേറെയായി ഭരണസമിതി യോഗം ചേർന്നിട്ട്. വരുന്ന 26-ന് ചേരുന്ന യോഗം കാര്യമായ അജണ്ടകളില്ലാതെ ചട്ടങ്ങൾ ലംഘിച്ചാണ് നടത്തുന്നതെന്നും അൻവർ സാദിഖ് പറഞ്ഞു. യോഗ അറിയിപ്പ് സംബന്ധിച്ച് കൃത്യമായ ചട്ടമുണ്ടെന്നിരിക്കെ ഇതെല്ലാം ലംഘിക്കപ്പെടുകയാണ്. ബോർഡ് യോഗത്തെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നാലാണ് പഞ്ചായത്ത് അംഗങ്ങൾക്ക് യോഗ തീയതി സംബന്ധിച്ച വിവരം ലഭിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നതെന്നും VM അൻവർ സാദിഖ് പറഞ്ഞു. ചട്ടം ലംഘിച്ച് 26-ന് നടക്കുന്ന ഭരണസമിതി യോഗം IUML മെമ്പർമാർ ബഹിഷ്കരിക്കും. ഭരണപക്ഷത്തിൻ്റെ ചട്ടലംഘനത്തിനെതിരെ വകുപ്പ് മന്ത്രിക്കും പ്രിൻസിപ്പൽ സെക്രട്ടറിക്കും
ഓംബുഡ്സ്മാനും പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് കോങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൂടിയായ പഞ്ചായത്ത് മെമ്പർ VM അൻവർ സാദിഖ് വ്യക്തമാക്കി. ഇതിനെല്ലാം നോക്കി നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല എന്നുള്ളത് കൊണ്ട് നാളത്തെ 26/5/2025 തിങ്കൾ 11 മണിക്ക് നടക്കുന്ന ഭരണസമിതി യോഗം മുസ്ലിം ലീഗ് അംഗങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഈ പറയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശക്തമായി സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. പഞ്ചായത്തിന് മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്യും. പഞ്ചായത്തിന്റെ ഈ നെറികേടുകൾക്കെതിരെ, പ്രസിഡന്റിന്റെ ഈ ഒന്നിനും കൊള്ളാത്ത ഈ ഒരു അവസ്ഥക്കെതിരെ ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ല പ്രസിഡന്റിന്. ചില ഉദ്യോഗസ്ഥന്മാർ 2 ദിവസം മുമ്പ് CPM-ന്റെ പോഷക സംഘടനയായ പ്രവാസി സംഘടനകളുടെ ആളുകൾ ഒരു അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ ധിക്കാരമാണ് പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ മുസ്ലിം ലീഗ് പ്രതികരിക്കുക തന്നെ ചെയ്യും. ശക്തമായി സമരരംഗത്തുണ്ടാവും. KM അബ്ദുൽ ഹക്കീം, KP മുനീർ, PM സാദിഖ് അലി, PU റജുല, NS നൂരീഷ, KM മുസദ്ദിഖ്, ബഷീർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. CPI ചേലക്കര മണ്ഡലം സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം തിരുവല്ലോമല വ്യാപാര ഭവനിലെ രമ്യ രാമു നഗറിൽ നടന്നു. കഴിഞ്ഞ ദിവസം കിള്ളിമംഗലത്ത് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരുന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ആരംഭിച്ച പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുധീർ MP ഉദ്ഘാടനം ചെയ്തു. അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ സമ്മേളന നടപടികൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാർട്ടി ചെയ്തു വരുന്നത്. പുരുഷ പാർട്ടികളിൽ നിന്ന് നമ്മുടെ പാർട്ടിക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ് എന്ന് കഴിഞ്ഞ കാല സമ്മേളനങ്ങളിലൊക്കെ പങ്കെടുത്ത അനുഭവം കൊണ്ട് എനിക്ക് ബോധ്യമുണ്ടാകും. ഇടക്കാലത്ത് നമ്മുടെ പാർട്ടിയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി വാർത്താമാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നു, തെരഞ്ഞെടുപ്പുകൾക്ക് വിലക്കേർപ്പെടുത്തി ഏകപക്ഷീയമായി പാനൽ അംഗീകരിക്കണം അല്ലെങ്കിൽ സമ്മേളനം പിരിച്ചുവിടും, അങ്ങനെയൊക്കെ അവാസ്തവമായ കാര്യങ്ങൾ, പാർട്ടി ഒരിക്കലും ചർച്ച ചെയ്തിട്ട് പോലുമില്ലാത്ത, ഒരിക്കലും തീരുമാനിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, പാർട്ടി ഭരണഘടനയ്ക്ക് എതിരായി അതിന് വിരുദ്ധമായ കാര്യങ്ങൾ. സംഘാടക സമിതി കൺവീനർ P ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന കൗൺസിൽ അംഗം KP സന്ദീപ് മുഖ്യപ്രഭാഷണം നടത്തി. ഷീല വിജയകുമാർ, MR സോമനാരായണൻ, EM സതീശൻ, സംഘാടക സമിതി ചെയർമാൻ KR സത്യൻ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുസമ്മേളനവും റെഡ് വളണ്ടിയർ മാർച്ചും കഴിഞ്ഞ ദിവസം കിള്ളിമംഗലത്ത് സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വിസ്മയച്ചെപ്പ് തുറന്ന പട്ടാമ്പിയിൽ മാജിക് കൺവെൻഷൻ. മാജിക് മിഷൻ പാലക്കാടിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മുഹമ്മദ് മോഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. മാജിക്കിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കൂട്ടായി പരിശ്രമിക്കണമെന്ന് MLA പറഞ്ഞു. അത്ഭുതങ്ങളുടെ ലോകമാണ് മാജിക്. ഇത് മികച്ചൊരു കല കൂടിയാണെന്നും മുഹമ്മദ് മോഹസിൻ MLA പറഞ്ഞു. ഏറ്റവും മികച്ച കലകളിൽ നിരന്തരമായ ഓഡിയൻസ് ഇൻവോൾവ് ചെയ്യുന്ന കല കൂടിയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെക്കാലത്തും അത്ഭുതങ്ങൾ കാണുമ്പോഴുണ്ടാകുന്ന ഒരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി, അതുണ്ടാക്കുന്ന പലതരത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ മാറ്റത്തിലെ ഒരു അത്ഭുതം കാണുമ്പോൾ കണ്ണുകൾ തിളങ്ങുന്നു, ഹൃദയം പിടിക്കുന്നു, അത് നമ്മുടെ അറ്റൻഷൻ വരുന്നു. അങ്ങനെ അത്ഭുതങ്ങളോട് മനുഷ്യരിലുമല്ലാത്ത ഒരു ആവേശം എപ്പോഴും ഉണ്ടായിരുന്നു. പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാജിക് മിഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി വിശിഷ്ടാതിഥിയായിരുന്നു. സലാം വല്ലപ്പുഴ, കുമ്പിടി രാധാകൃഷ്ണൻ, PM ഉപേന്ദ്ര, അഖിൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മുരളീധരൻ വേളേരിമഠം, അഭിരൂപ്, സാധിക മാധവി എന്നിവരെ ചടങ്ങിൽ MLA ഉപഹാരം നൽകി അനുമോദിച്ചു. തുടർന്ന് മജീഷ്യന്മാരുടെ അവതരണമുണ്ടായി.
മാജിക് മിഷൻ പാലക്കാട് മാസ്മരയുടെ നേതൃത്വത്തിൽ സൗത്ത് ഇന്ത്യൻ മാജിക് ഫിയസ്റ്റ എന്ന പേരിലാണ് മാന്ത്രിക പരിപാടി സംഘടിപ്പിച്ചത്. 4ാം തവണയാണ് ഇത്തരമൊരു കൂട്ടായ്മ ഒരുക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരളത്തിൻ്റെ വികസനത്തിനായി കൈകോർത്ത് മുന്നേറാമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശ്ശൂരിൽ സംഘടിപ്പിച്ച എൻ്റെ കേരളം പ്രദർശനമേളയുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്നതാണ് സർക്കാരിൻ്റെ നയം. ഈ നയത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, തൊഴിൽ, അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ആശയത്തിൽ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ സർക്കാരിൻ്റെ കാലയളവിൽ സാധിച്ചു എന്നത് അഭിമാനകരമായ നേട്ടമായെന്നും മന്ത്രി പറഞ്ഞു. ലൈഫ് പദ്ധതി വഴി 4,52,000-ഓളം വീടുകൾ നിർമ്മിച്ചു നൽകി. ബാക്കി വീടുകളുടെ നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. 5 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകും. 4 ലക്ഷം പേർക്ക് പട്ടയം വിതരണം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലും പൊതുജനാരോഗ്യ മേഖലയിലും അന്തർദേശീയ നിലവാരത്തിലുള്ള സേവനം പൊതുജനങ്ങൾക്കായി കൊടുക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ മാത്രം നേട്ടമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആവശ്യങ്ങൾ എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനം എന്നതിൽ ആദ്യം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾ എന്ന ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സർക്കാരിൻ്റെ കാലത്ത് അഭിനന്ദനീയമായ നിലയിൽ തന്നെ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആവേശകരമായ നിലയിൽ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിച്ചു. പ്രദർശനമേള വികസനത്തിൻ്റെ കേരള മോഡൽ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനുള്ള വേദിയായെന്ന് മന്ത്രി പറഞ്ഞു. MLA-മാരായ VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പോലീസ് മേധാവി R ഇളങ്കോ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശ്ശൂരിൻ്റെ പൈതൃകവും ചരിത്രവും ഉറങ്ങുന്ന തേക്കിൻകാട് മൈതാനിയിൽ 7 ദിനങ്ങളിലായി നടത്തിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാൻ നിരവധി പേരാണെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി യുവമോർച്ച കുളപ്പുള്ളി തലക്കുളങ്ങര യൂണിറ്റ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ദിനിൽ ദിനേശ് ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ ക്യാമ്പയിൻ രക്ഷാധികാരി വിപിൻനാഥ് അധ്യക്ഷത വഹിച്ചു. BJP കുളപ്പുള്ളി ഏരിയ പ്രസിഡന്റ് മനോജ്, 5ാം വാർഡ് കൗൺസിലർ രാധാ സുരേന്ദ്രൻ, 2ാം വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സിനി മനോജ് എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ അഭിനവ് നന്ദി പറഞ്ഞു. ടീം ആലിൻ ചുവട് 1ാം സമ്മാനമായ 5000 രൂപയും ട്രോഫിയും കരസ്ഥമാക്കി. FC പാലംകുളങ്ങരയ്ക്കാണ് 2ാം സമ്മാനമായ 3000 രൂപയും ട്രോഫിയും ലഭിച്ചത്. 1000 രൂപയും ട്രോഫിയും ഉൾപ്പെട്ട 3ാം സമ്മാനം ടീം രാവൻസ് കരസ്ഥമാക്കി. ബെസ്റ്റ് ഗോൾ കീപ്പറായി FC പാലംകുളങ്ങരയിലെ അഭിനവിനെയും ബെസ്റ്റ് ഷൂട്ടറായി സുജയിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ കാരക്കാട് ജീവിത ചാരിറ്റബിൾ സൊസൈറ്റി 15ാം വാർഷികം ആഘോഷിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുക, അതോടൊപ്പം തന്നെ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്ന നിലയിൽ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അതിനെല്ലാം ഭാഗമായി ഈ സാംസ്കാരിക മേഖലകളിൽ കൂടി ഇടപെടുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സാംസ്കാരിക മേഖലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പങ്ക് ഇതുപോലെയുള്ള സാംസ്കാരിക സംഘടനകൾ നടത്തേണ്ടതുണ്ട്. ജീവിത ഹാളിൽ നടന്ന പരിപാടിയിൽ
സൊസൈറ്റി പ്രസിഡന്റ് KV സംയുക്ത അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, വ്യാപാരി വ്യവസായി സെക്രട്ടറി സുരേഷ്, OP ബാലകൃഷ്ണൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ മിനിമോൾ അബ്രഹാം, ഷൊർണൂർ AEO ബിന്ദു എന്നിവർ സംസാരിച്ചു. മിനിമോൾ അബ്രഹാം, ആധ്യാത്മിക പ്രഭാഷകൻ P. ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, വ്യവസായ പ്രമുഖൻ TP രാജൻ, ഷൂട്ടിംഗ് മെഡൽ ജേതാവ് ഡോക്ടർ മാത്യൂസ്, STV ചെയർമാൻ RB അനിൽകുമാർ, ബീന ശിവൻ, കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് BSc ബയോ ഇൻഫോമാറ്റിക്സിൽ 1ാം റാങ്ക് നേടിയ നന്ദന, മിസ് സൗത്ത് ഇന്ത്യൻ വിമൻ മോഡൽ ഫിസിക്കൽ സിൽവർ മെഡലിസ്റ്റ് ഗായത്രി, KPA പാലക്കാട് ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ 2025 3ാം സ്ഥാനം നേടിയ കിരൺ പത്മനാഭൻ എന്നിവരെയും ഷൊർണൂരിലെ പത്ര-ദൃശ്യ മാധ്യമ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും LSS USS വിജയികളെയും ഉപജില്ലയിലെ കലാമത്സരങ്ങളിൽ സമ്മാനം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഷൊർണൂരിനെ മാലിന്യമുക്ത നഗരസഭയാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശിനെ ആദരിച്ചു. കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പോൾ തെക്കിനിക്കും ജീവിതാംഗങ്ങൾ ഉപഹാരം കൈമാറി. ഉഷാകുമാരി സ്വാഗതവും ഷീജ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. ഷൊർണൂർ മുണ്ടായ നേരറിവ് വാട്സപ്പ് കൂട്ടായ്മ വാർഷിക പൊതുയോഗം മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഒന്നാണ് നേരറിവ് കൂട്ടായ്മ. തികച്ചും നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി ഇടപെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വാട്സപ്പ് കൂട്ടായ്മ കൺവീനർ CK കണ്ണൻ സ്വാഗതം പറഞ്ഞു. അഡ്മിൻ T മുരളീധരൻ റിപ്പോർട്ടും ട്രഷറർ N ലോഹിതാക്ഷൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൗൺസിലർ P ജിഷ ആശംസകൾ അർപ്പിച്ചു. മുൻ പഞ്ചായത്ത് അംഗങ്ങളെയും മുൻ വാർഡ് കൗൺസിലർമാരെയും വാർഡിലെ SSLC +2 വിജയികളെയും ഉപഹാരം നൽകി ആദരിച്ചു. നേരറിവ് കൂട്ടായ്മ ഭാരവാഹികളായ രാജേഷ് പട്ടത്ത്, ഗോപിനാഥൻ പാലാട്ട്, TR സന്തോഷ് കുമാർ, മധുസൂദനൻ കുന്നിനാങ്ങാത്ത് എന്നിവർ സംസാരിച്ചു. കൃഷ്ണ C നായർ, മിനി ടീച്ചർ, ശുഭ സേതുമാധവൻ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. പനമണ്ണ സൗത്ത് കുരുടിയമ്പലം ഗണേശ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഠനോപകരണ വിതരണം നടന്നു. ഇതോടനുബന്ധിച്ച് 34ാം വാർഡ് കമ്മിറ്റി അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. SSLC +2 LSS USS വിജയികളെയും ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം നേടിയ മാനസി മോഹൻദാസിനെയും ഉൾപ്പെടെ സദസ്സിൽ അനുമോദിച്ചു. ഗണേശ സേവാസമിതി രക്ഷാധികാരി PS മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ സജിത്ത് അധ്യക്ഷത വഹിച്ചു. കൂരുടി മഹാശിവക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. ഗണേശ സേവാസമിതി ഒറ്റപ്പാലം താലൂക്ക് കോർഡിനേറ്റർ P അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ഒറ്റപ്പാലം താലൂക്ക് രക്ഷാധികാരികളായ P മനോഹരൻ, ഗംഗാധരൻ, ട്രഷറർ CV വിജയരാഘവൻ, അഡ്വക്കേറ്റ് രവിശങ്കർ, സൗത്ത് പനമണ്ണ പൊതുജന വായനശാല പ്രസിഡന്റ് A സതീഷ് കുമാർ, സമിതി ജോയിന്റ് ട്രഷറർ സുരേഷ് ബാബു, താലൂക്ക് ജോയിന്റ് സെക്രട്ടറി അനിൽകുമാർ, മറ്റ് ഭാരവാഹികളായ സന്തോഷ്, CR രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റൊലി. കേരളത്തിൽ ലഹരി ഉപയോഗം വ്യാപകമായത് അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി എത്തിത്തുടങ്ങിയതോടെയാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ മലയാളി ലഹരിക്ക് അടിമപ്പെടുന്നതിന് അവരെ പഴിക്കുന്നതിൽ കാര്യമില്ലെന്ന മറുവാദവുമുണ്ട്. ലഹരി വ്യാപനത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വലിയ പങ്കുണ്ടോ? മാറ്റൊലിക്ക് ലഭിച്ച പ്രതികരണങ്ങൾ കാണാം. ഈ ലഹരി ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് സ്വന്തം ഇഷ്ടമാണ്. അല്ലാതെ ഇതര സംസ്ഥാന തൊഴിലാളികളെ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അവർ കൊടുത്തിട്ടില്ലെങ്കിലും ഈ സാധനം വേണ്ടവർ വാങ്ങിയിട്ട് യൂസ് ചെയ്യും. അവർ കൊടുന്നതുകൊണ്ട് ഇപ്പോൾ അവർ കാരണം പറയാൻ പറ്റുമൊന്നുമില്ല. കാരണം ലഹരിക്ക് അത്രയും അടിമപ്പെട്ടവർ അവർക്ക് വേണ്ട സാധനം എവിടെ നിന്നായാലും കണ്ടെത്തിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരാളുടെ മേലിൽ കുറ്റം ചാർത്തിയിട്ട് ഇതിന്ന് ഒഴിഞ്ഞു മാറാനുള്ളൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ.
കേരളത്തിലെ ലഹരി ഉപയോഗം കൂടുതലായത് അന്യസംസ്ഥാന തൊഴിലാളികൾ എത്തിയതിന് ശേഷമാണെന്ന വാദത്തിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. പക്ഷേ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഇപ്പോൾ പല റിപ്പോർട്ടുകളും നമുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗം പേരും വിവിധതരം ലഹരികൾ ഉപയോഗിക്കുന്നു എന്നൊരു കാര്യം ഏറെ ഗൗരവകരമാണ്. അതോടൊപ്പം തന്നെ ഇത്തരം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം ലഹരികളുടെ ഉപയോഗവും മറ്റ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുമൊക്കെ കൂടുതലാണ് എന്നുള്ള കാര്യം ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു വിഷയമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമെന്നും മൂന്നാം ഊഴത്തിന്റെ പാലമാകുമെന്നും പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ആർജവമുണ്ടോ എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും വിജയത്തിലും UDF-ന് ആശങ്കയില്ല. PV അൻവറിന്റെ മാറ്റം ഏതു രീതിയിൽ പരിശോധിച്ചാലും LDF-ന് ദോഷം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരമുണ്ടാകുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നഷ്ടപ്പെട്ട ദശകത്തിന്റെ ഉദാഹരണം. 9 വർഷം LDF സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനുള്ള എതിർപ്പായിരുന്നു അൻവറിന്റെ രാജിയെന്നും NDAക്ക് മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ. ദേശീയപാത വിവാദം. സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി R. ബിന്ദു. ദേശീയപാത നിർമ്മാണം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ. DPR അട്ടിമറിക്കപ്പെട്ടെന്ന് തൃശൂർ MP ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ അതിന് ഉത്തരവാദികൾ ആരെന്നും ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രി R. ബിന്ദു. വിജ്ഞാന കേരളം പാലക്കാട് ജില്ലാതല കൗൺസിൽ രൂപീകരിച്ചു. കേരളത്തിന്റെ സമ്പദ്ഘടനയെ വിജ്ഞാന സമ്പദ്ഘടനയായി വിപുലപ്പെടുത്തുകയാണ് സംസ്ഥാന വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് മന്ത്രി MP രാജേഷ്. വിജ്ഞാന കേരളം മുഖേന അടുത്ത 1 വർഷം കൊണ്ട് തൊഴിൽ മേഖലയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നും മന്ത്രി. കനത്ത മഴയിൽ പരക്കെ നാശനഷ്ടം. നിരവധി വീടുകൾ തകർന്നു. ചെറുതുരുത്തിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുകളിലേക്ക് മരം പൊട്ടി വീണു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. ഒറ്റപ്പാലത്ത് കിഴക്കേതോട് പാലത്തിന് സമീപം മണ്ണിടിച്ചി. ഷൊർണൂർ ഗണേഷ് ഗിരിയിൽ നവീകരണം ആരംഭിച്ച LP സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര നിലംപൊത്തി. പിരായിരിയിൽ പമ്പ് ഹൗസ് തകർന്നു വീണ കുടിവെള്ള വിതരണം മുടങ്ങി. പഴയന്നൂരിൽ കുഴൽക്കിണർ മോട്ടറിൽ നിന്ന് ഷോക്കേറ്റ് വയോധികന് ദാരുണാന്ത്യം. തിരുമിറ്റക്കോട് മീൻ പിടിക്കാൻ പോയ യുവാവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. നഗരഭരണാധികാരികളുടെ കെടുകാര്യസ്ഥത പട്ടാമ്പിയെ രോഗക്കിടക്കയാക്കിയെന്ന് UDF. നഗരപരിധിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയില്ല. ഡെങ്കിപ്പനി പടരുമ്പോഴും പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ മരുന്നോ ആവശ്യത്തിന് ഡോക്ടർമാരോ ഇല്ലാത്ത അവസ്ഥയെന്നും UDF മുനിസിപ്പൽ കമ്മിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.